മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മ ദിവസമാണെന്ന്. നവംബർ 24 അദ്ദേഹത്തിൻ്റെ ചരമദിനം. കോഴിക്കോടിനടുത്ത കൊടിയത്തൂരാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ജ്വലിച്ചു നിൽക്കെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണുപോയി മരിച്ചുപോയി. ഒരു കർമ്മമണ്ഡലത്തിൽ കർമ്മഭൂവിൽ മരിച്ചു വീണ അപൂർവം നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കെ സാറിനെ പോലെ രാഷ്ട്രീയവും സാഹിത്യവും ഫിലോസഫിയും ചരിത്രവും ഒക്കെ കൂടിക്കലർന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അബ്ദുറഹ്മാൻ സാഹിബിനെ സാർ എങ്ങനെ ഓർക്കുന്നു? അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ ജി കുമാരപിള്ള മലയാളത്തിലെ എല്ലാ കവികളും കവിത എഴുതിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച്. കുറേയേറെ കവികൾ, എല്ലാ കവികളും ഞാൻ എൻ്റെ കളക്ഷൻ ഉണ്ടല്ലേ. എടശ്ശേരി, അക്കിത്തം മുതൽ ഇങ്ങോട്ട് എല്ലാവരും. അതിലെ ജി കുമാരപിള്ളയുടെ ഒരു പ്രയോഗം എന്നെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അത് അബ്ദുറഹ്മാൻ സാഹിബ് വരുന്നത് കൊമ്പനാന കണക്കെ വന്നു എന്നാണ്. അതായത് തിടമ്പേറ്റി നിൽക്കുന്ന കൊമ്പൻ്റെ തലയെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭാശാലിയാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ആകാരവും അങ്ങനെയായിരുന്നു അല്ലേ? അല്ല, അത് നിന്നാൽ അങ്ങനെ തോന്നും. കറക്റ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശിവാജി ഗണേശന് പൊക്കം കുറവാണ്. പക്ഷേ ശിവാജി ഗണേശൻ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത്രയും പൊക്കം വേറെ ആർക്കും ആ സ്ക്രീനിലുണ്ടായില്ല. ആ രീതിയിൽ അബ്ദുറഹ്മാൻ സാഹിബ് നിന്ന് കഴിഞ്ഞാൽ ആ കൊമ്പൻ്റെ തലയെടുപ്പ് ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ പതിവായി പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങൾ പലതും വ്യത്യസ്തമായ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളും അല്ല. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ അബ്ദുറഹ്മാൻ സാഹിബ് ഒരേ സമയം നിങ്ങൾ നോക്കണം, ആ ഗാന്ധിയൻ ട്രഡീഷനിൽ വരുന്നു. പിന്നെ അത് മാത്രമല്ല, ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ആരെന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, അതിൻ്റെ ഈ ജനനം ഒരു നല്ല സമയത്തും നല്ല ലക്ഷ്യത്തിലും ആയിരുന്നില്ല. 1900 ജാതകം പിഴച്ചു പോയി എന്ന് തന്നെ ഞാൻ പറയും. 1906 ഡിസംബർ 30 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ അന്നത്തെ നവാബ് സലീമുള്ള ഖാന്റെ കൊട്ടാരത്തിൽ, അതൊക്കെ ഞാൻ മുമ്പ് പഠിച്ചു വെച്ചോളൂ. പറഞ്ഞോളൂ. അപ്പോൾ അവിടെ തുടങ്ങുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം ശരിയല്ല. കാരണം കോൺഗ്രസിനെ അല്ലല്ല, കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. അതെ, അതായിരുന്നു മുദ്രാവാക്യം. പിന്നെ അതുകൊണ്ട് മുസൽമാന്മാർ കോൺഗ്രസിൽ ചേരാൻ പാടില്ല, കോൺഗ്രസിൽ ചേരാനും ബ്രിട്ടീഷുകാരെ എതിർക്കാനും പാടില്ല. അവരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് വല്ല ചില്ലറ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കണം. പിന്നെ അവർ പോകുകയാണെങ്കിൽ ഈ രാജ്യം വീണ്ടും കൈക്കലാക്കണം. ഇതായിരുന്നു ലക്ഷ്യം. അതുണ്ട് സുൽത്താൻമാരുടെ അധികാരം. അല്ല, അവരുടെ അതിൻ്റെ ലോജിക്ക് കറക്റ്റാണ്. മാഷേ, നിങ്ങൾ വരുമ്പോൾ ഞങ്ങളാണ് ഭരിച്ചിരുന്നത്, നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭരണം സിറാജുദ്ദൗള കൊടുത്തതുപോലെ തിരിച്ചേൽപ്പിക്കണം. ശരി, സൈക്കോളജി അല്ലേ അതോ ഒരു മോഹം മാത്രമാണോ? അല്ലല്ല, അവരുടെ ആർഗ്യുമെന്റ് ആയിരുന്നു. ഇനി അഥവാ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യം വേണം ഫോർ മുസ്ലിംസ്. അതാണ് ഞാൻ പറഞ്ഞത്. ലേറ്റസ്റ്റ് എൻട്രി അല്ലേ? അല്ല, 6 തന്നെ വരെ വന്നിട്ടുണ്ട്. 6 ഈ കാര്യങ്ങൾ ഞാൻ പറയണത്, ഇതിൻ്റെ ലക്ഷ്യം. അത് മറ്റേ എന്താണ്, നമ്മുടെ രാമചന്ദ്ര ഗുഹ, അത് ആ പീരീഡിൽ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്നാണ്. അത് രാമേന്ദ്ര ഗുഹയോട് നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷേ അദ്ദേഹം ഫാറ്റ്സ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അദ്ദേഹം അത് വന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ മുസ്ലിം എന്ന കൺസെപ്റ്റ് കൊണ്ടുവരികയും അത് മലബാറിൽ ചെറിയ കാര്യമല്ല. അബ്ദുറഹ്മാൻ്റെ ശിഷ്യനായിട്ട് പോയ ഈ മട്ടാഞ്ചേരിയിലെ ഒരു മുസ്ലിമിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കൊച്ചുണ്ണി മാഷാണ് എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടപ്പെട്ട് അമ്മായിയപ്പൻ പറഞ്ഞ് ഇനി നീ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ്. അന്നത്തെ കാലമല്ലേ. അങ്ങനെ ആ മനുഷ്യൻ പിന്നീട് ഒരു സങ്കടം ഞാൻ ചോദിക്കട്ടെ സാർ, ദേശീയ മുസ്ലിം എന്ന് പറയുന്നൊരു വംശമുണ്ടല്ലോ, ഉജ്ജ്വലമായ ഉണ്ടായിരുന്നൊരു വംശം. ആ വംശം ഇന്ത്യയിൽ പതുക്കെ കുറ്റിയേറ്റ് ഇന്നിപ്പോൾ ഇല്ല, ഒട്ടുമില്ല. ദേശത്തിന് വേണ്ടി ജീവിക്കുകയും ദേശത്തിന് വേണ്ടി അല്ല, അതിൻ്റെ ആ ഒരു പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറയുകയും അവരുടെ ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കണ്ടിട്ടില്ലേ? അവർ സാധാരണ അപാരമായ ധൈര്യം ആരോടും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, കോൺഗ്രസിന്റെ കൂടെ ഒരുപാട് കാലം നിന്ന
ഒരു പ്രമുഖനായ വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിൽ ഇപ്പോഴും ആ പാരമ്പര്യത്തിലുള്ള കുറേ മുസ്ലിങ്ങളില്ലേ? വളരെ കുറവാണ്. ആണോ? വളരെ കുറവാണ്. ഇപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ളവരുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ദേശീയ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, PFIയുടെയും പിന്നെ വെൽഫെയർ പാർട്ടിയുടെയും ഒന്നും സഹായമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. മുസ്ലിം ലീഗിനോട് പോലും ഒരിക്കലും ഇല്ല, മുസ്ലിം ലീഗിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതാണ് അബ്ദുറഹിമാൻ. മുസ്ലിം ലീഗിനോട് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിച്ചു അല്ലേ? ഏതെല്ലാം വിധത്തിൽ. ഇനി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. അറസ്റ്റ് അപ്പോഴാണ് അല്ലമീൻ പത്രം തുടങ്ങിയത്. അൽ അമീൻ്റെ അർത്ഥം അറിയാമല്ലോ, അൽ അമീൻ, സത്യസന്ധൻ. സത്യസന്ധൻ. അൽ അമീൻ എന്ന് പറയുന്ന പത്രം, അതിന് കൊച്ചിയുമായിട്ടൊരു ബന്ധമുണ്ട്. അബ്ദുറഹിമാൻ സാഹിബ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പത്രത്തിനൊരു പത്രാധിപർ വേണം. ഇത് നടത്തിക്കൊണ്ടുപോകണ്ടേ? ആ പത്രാധിപർ കൊച്ചിയിലുണ്ടായിരുന്ന PK ഡീവറാണ് ആ പത്രാധിപരായിട്ട് പോയത്. ഡീവർ എഡിറ്ററായിരുന്നു, ചാർജ് വഹിച്ചിരുന്നു. അല്ല, എഡിറ്ററായിട്ട്. ജയിലിൽ പോകുന്നവൻ പിന്നെ എഡിറ്റർ ആകാൻ പറ്റില്ലല്ലോ. ബ്രിട്ടീഷുകാരുടെ തന്നെ മാറ്റണമല്ലോ. രേഖയിൽ തന്നെ മാറ്റിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം. ഇപ്പൊ പത്രാധിപരായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താ സാർ? ഒട്ടും അറിയപ്പെടാത്ത ഒരാളെ കുറിച്ചാണ് സാർ പറയുന്നത്. അല്ല, ഡീവർ എന്ന് വെച്ചാൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. ടാറ്റ ട്രേഡ് യൂണിയൻ, ഇന്നത്തെ രീതിയിലല്ല ട്രേഡ് യൂണിയൻ. അന്ന് ട്രേഡ് യൂണിയൻ ഇല്ല. കാരണം ടാറ്റ മഹാനായ മുതലാളി എന്നൊക്കെ പറയുമ്പോഴും അത്ര മഹത്വം ടാറ്റയ്ക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല തൊഴിലാളികളുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ. നമ്മളിപ്പോൾ അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചൊക്കെ പറയുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. അന്ന് ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെയാണ് ടാറ്റാപുരം, തൊട്ടടുത്താണ് ടാറ്റാപുരം. എൻ്റെ പേരാണല്ലേ? എൻ്റെ ആ ടാറ്റാപുരത്ത് ഉള്ള ജോലി ചെയ്യുന്നുണ്ടാണ് ടാറ്റാപുരം സുമാരം ഉണ്ടായത്. എഴുത്തുകാരൻ വന്ന്. അപ്പോൾ ഈ ടാറ്റാപുരം അവൻ്റെ തൊട്ടടുത്താണ്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ 4 കിലോമീറ്ററാണ്. ഞാൻ എല്ലാ ദിവസവും പോകുന്നത് ടാറ്റാപുരത്തൂടെയാണ്. ഡീവർ ടാറ്റയിലെ തൊഴിലാളിയായിരുന്നു? അല്ലല്ല, യൂണിയൻ നേതാവായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു യൂണിയൻ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, AITUC ഒക്കെ അന്ന് കോൺഗ്രസ് ആണല്ലോ അല്ലേ? അതെ, അതിന് ശേഷമല്ലേ പിന്നീട് പോയത്. പിന്നെ ഒരു കാര്യം, മഹാരാജാസ് കോളേജിൽ ആദ്യമായി പ്രവേശനം ലഭിക്കുന്ന അവർണ വിദ്യാർത്ഥിയാണ് ഡീവർ. ചരിത്രത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ഇദ്ദേഹം കമ്മ്യൂണിറ്റി ബേസ് ധീവര കമ്മ്യൂണിറ്റി ധീവരായിരുന്നു അല്ലേ? കറുപ്പൻ മാഷ ശിഷ്യനായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ. മാരേജ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം ഇത് കഴിഞ്ഞ അത്യാവശ്യം വീട്ടിൽ കാശുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം കാശുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, ഇല്ലാത്തവർക്ക് പറ്റില്ല. ഇന്നും പറ്റില്ല. നേരെ കോൺഗ്രസിലേക്ക് ഇറങ്ങാണോ ചെയ്ത്? അല്ല, അദ്ദേഹം ഇത് ഇവിടെ വന്നിട്ട് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം തുടങ്ങിയിട്ടുള്ള സംരംഭത്തിലൂടെ KP മാധവൻ നായർ, അവരങ്ങനെ ഒരു സെറ്റുണ്ട്. KP മാധവൻ നായർ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അത് മാത്രമല്ല, ഇദ്ദേഹം വലിയ ഒരു 6.25 അടി പൊക്കമുണ്ട്, അതിൻ്റെ ഒത്ത ശരീരമാണ്. നിന്ന് കഴിഞ്ഞാൽ ആരും നോക്കും. PK ഡീവർ അതാണ്. ഒരു രസമുള്ള കാര്യം, KPCC ഉണ്ടായിരുന്നോ അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ? ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. ഇനി പക്ഷെ അദ്ദേഹം അവസാനം പിന്നെ ഇവിടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ എറണാകുളം നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതായിട്ട് എനിക്കറിയാം അവസാന കാലത്ത്. ഡീവേഴ്സ് പ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഈ മേനകയിൽ. എല്ലാ KSUക്കാരുടെയും നോട്ടീസ് അടിക്കുന്നത് അവിടെയാണ്. സൗജന്യമായിട്ട് കാശ് കൊടുക്കില്ല എന്നുള്ളതിന് ഉറപ്പാണല്ലോ. അങ്ങനെ കാശ് കൊടുക്കാത്ത നേതാക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? AK ആന്റണി, വയലാർ രവി, VM സുധീരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ ഇവരെല്ലാവരും അവിടെ കൊണ്ടുപോയി നോട്ടീസ് അച്ചടിച്ചുകൊണ്ട് പോവും. കാശേ കൊടുക്കില്ല. കാശ് കിട്ടില്ല എന്ന് ഡീവർ സാറിനും അറിയാം. പക്ഷേ ഇത് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പ്രസ്സാണ് സ്വന്തമായിട്ട്. പിന്നെ ഡീവേഴ്സ് പ്രസ് എന്നാണ് അറിയപ്പെട്ടത്. പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന പ്രസ്സായിരിക്കും അന്നത്തെ ഒരു കാലമല്ലേ. പിന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അല്ലമീനിൽ ചെന്നപ്പെട്ടത് എങ്ങനെയാണ്? അല്ലമീനിൽ ചെന്നപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് ബന്ധം. പണിക്ക് പറ്റുന്ന ഒരാൾ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇട്ടേച്ചും പോകരുതല്ലോ. ഡീവർ ഇട്ടേച്ചും പോയില്ല.
ഇവിടെയുള്ള എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഇന്ന് കാണുന്നത് എസ് ഒ കമ്പനി, ടാറ്റ കമ്പനി, ബർമ ഷെല്ല് തുടങ്ങി കൊച്ചിൻ തുറമുഖം തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലത്തെയും ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയെടുത്തത് ഇതാണ്. അത് ട്രേഡ് യൂണിയൻ മാന്യമായ ട്രേഡ് യൂണിയനായിരുന്നു. ഈ നേരെ ദത്താ സാമന്തിൻ്റെ ഒരു ബ്രാൻഡ് ഓഫ് ട്രേഡ് യൂണിയൻ ഉണ്ട്. ദത്താ സാമന്ത് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ഇത് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബോംബെയിൽ ബൈ പ്രാക്ടീസ് ഹി വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബജാജിനെ കുത്തി പുള്ളി ഒത്തുതീർപ്പ് സമ്മതിക്കാഞ്ഞിട്ട്. മീൻസ് ഫിസിക്കലി ആ കത്തി കൊണ്ട് കുത്തി. ചില്ലറ നേതാവല്ല. ഇതല്ല ഈ ഇവരുടെയൊക്കെ ഒരു കാര്യം. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ തന്നെ ഈ തൊഴിലാളികൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നും മുതലാളി തൊഴിലാളി ശത്രുതയിലുള്ള തൊഴിലാളി വർഗ ചരിത്രമല്ല അവരുടേത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരാളാണ് തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നു. ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ പത്രം നടത്തിക്കൊണ്ട് പോയത്. എന്തായാലും എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നി. കാരണം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മ ദിനത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മാനം കാത്ത ഡീവർ എന്ന മനുഷ്യനെ മലയാളി മറന്നു പോയിട്ടുണ്ട്. മലയാളി സ്വാഭാവികം മറന്നു പോകും അല്ലേ? സാഹിബിൻ്റെ മാനം കാത്ത ഡീവർ എന്ന മനുഷ്യനെ ഓർത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അല്ല, അത് ഒരു കാര്യമുള്ളത്, അബ്ദുറഹ്മാൻ സാഹിബിന് തുല്യനായിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. അത് പിന്നെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഞാനും ചെറുപ്പത്തിലെ KPC പ്രസിഡൻ്റായെന്ന സെക്രട്ടറി ആയെന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ റേഞ്ച് വേറെയാണത്. വേറൊരു ലെവൽ മനുഷ്യനായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹത്തിന് ഇന്ന് സ്മരിക്കാൻ ഒരവസരം കിട്ടിയതിന് വലിയ നന്ദിയുണ്ട് എനിക്ക്. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.